നമസ്കാരം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് തന്നെയാണല്ലോ ആഭ്യന്തര വകുപ്പ് മന്ത്രി. ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ മുഖ്യമന്ത്രിയോട് വളരെ വിനയപുരസ്സരം ഒരു ചോദ്യം ചോദിക്കുന്നു. ഒരിക്കൽ ഹണി റോസ് എന്ന് പറയുന്ന ഒരു നടി ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ജുവല്ലറി ഉടമയുടെ ജുവല്ലറി ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ വേളയിൽ ഹണി റോസ് എന്ന നടിയെ ബോബി ചെമ്മണ്ണൂർ അവരുടെ കൈക്ക് പിടിച്ചുകൊണ്ട് വേദിയിൽ വട്ടം ചുറ്റിക്കുന്നുണ്ടായിരുന്നു. അവരുടെ കഴുത്തിലിട്ട നെക്ലേസിൻ്റെ ഭംഗി മുൻവശത്ത് നിന്ന് മാത്രം കണ്ടാൽ പോരല്ലോ, പിൻഭാഗത്തിൻ്റെയും ഭംഗി ആസ്വദിക്കണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കാണികൾക്ക് ഹണി റോസ് എന്ന നടിയുടെ പിൻവശം കൂടി കയ്യിൽ പിടിച്ചുകൊണ്ട് ചുറ്റിച്ചു കാണിക്കുകയായിരുന്നു. ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് നെക്ലേസിൻ്റെ മുൻഭാഗത്തിൻ്റെ ഭംഗി മാത്രം കണ്ടാൽ പോരല്ലോ, പിൻഭാഗവും കാണണമല്ലോ എന്നാണ് പറഞ്ഞത്. എന്നാൽ ബോബി ചെമ്മണ്ണൂർ അത് ദ്വയാർത്ഥ പ്രയോഗം തന്നെയാണ് നടത്തിയത്. ഒരിക്കലും സ്ത്രീയെ അധിക്ഷേപിക്കാൻ പാടില്ല, ലൈംഗികപരമായി അവളെ അധിക്ഷേപിച്ചു എന്നുള്ളൊരു തോന്നൽ സ്ത്രീക്ക് ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ചും അവളുടെ അനുവാദമില്ലാതെ അവളോട് യാതൊരു തരത്തിലും മോശമായി പെരുമാറാനോ പറയാനോ പാടില്ല എന്നുള്ളത് നിയമം തന്നെയാണ്. ഈ വിഷയത്തിൽ ഹണി റോസ് അങ്ങേക്ക് നേരിട്ടൊരു പരാതി നൽകുകയുണ്ടായി. 24 മണിക്കൂറിനകം ബോബി ചെമ്മണ്ണൂരിനെ വയനാട്ടിലെ റിസോർട്ടിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്ത് എറണാകുളത്തേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. അതായത് കൊടും കുറ്റവാളികളായ രാജ്യദ്രോഹികളായ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് പോലെ ബോബി ചെമ്മണ്ണൂരിൻ്റെ വയനാടിനുള്ള റിസോർട്ടിൽ നിന്നും ഇവിടെ നിന്നുള്ള എറണാകുളത്ത് നിന്നുള്ള പോലീസ് സംഘം അവിടെ എത്തി ബോബി ചെമ്മണ്ണൂരിനെ കൈയോടുകൂടി അറസ്റ്റ് ചെയ്ത് കൊടും ഭീകരന്മാരെ കൊണ്ടുവരുന്നത് പോലെ എറണാകുളത്തേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. പിന്നീട് വിചാരണ കോടതിയിൽ അദ്ദേഹത്തെ കൊണ്ടുചെല്ലുകയും ദിവസങ്ങളോളം അദ്ദേഹം ജയിലിൽ കഴിയുകയും ചെയ്തു. ഒരു നടി ബോബി ചെമ്മണ്ണൂർ തന്നെ മാനസികമായും ശാരീരികമായും അവഹേളിക്കുന്ന തരത്തിൽ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തു. പൊതുജന മധ്യത്തിൽ വെച്ച് തനിക്കത് അവഹേളനപരമായി തോന്നി എന്ന് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകുന്നു. ആ പരാതിയിന്മേൽ മുഖ്യമന്ത്രി കൃത്യമായി തന്നെ നടപടിയെടുക്കുന്നു. എന്നാൽ ബോബി ചെമ്മണ്ണൂർ ഈ നടിയോട് ഈ വിധം പൊതുവേദിയിൽ വെച്ച് പെരുമാറിയതിൻ്റെ 2-3 മാസം കഴിഞ്ഞിട്ടാണ് ഈ നടി മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ഒരു പരാതി കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ അതുവരെയും ബോബി ചെമ്മണ്ണൂർ തന്നെ അവഹേളിച്ചതാണ് എന്ന് മനസ്സിലാക്കാൻ ഈ നടിക്ക് സാധിച്ചില്ലേ എന്നുള്ളതാണ് സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ വന്നുകൊണ്ട് ആളുകൾ ചോദിച്ചത്. അതങ്ങനെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കിട്ടി, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ, സ്ത്രീത്വത്തെ അവഹേളിക്കുന്ന തരത്തിൽ ഒരു പരാതി കിട്ടി. മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി അതിൽ കൈയോടുകൂടി നടപടിയെടുത്തു. നമുക്ക് മുഖ്യമന്ത്രിയെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയെയും അഭിനന്ദിക്കാം. എന്നാൽ ഇതുപോലെ തന്നെയാണല്ലോ കേരളത്തിൽ പേരുകേട്ട റാപ്പർ വേടൻ എന്ന് പറഞ്ഞ ഒരു സംഗീതജ്ഞൻ തന്നെ വിവാഹ വാഗ്ദാനം നൽകി പലയിടങ്ങളിലും കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വനിതാ ഡോക്ടർ ആഭ്യന്തര വകുപ്പിന്, തൃക്കാക്കര പോലീസിന്, ACPക്ക് പരാതി നൽകിയിട്ട് ഇന്ന് ആഴ്ചകൾ കഴിഞ്ഞിട്ടും വേടനെതിരെ അറസ്റ്റ് വാറന്റ് ഉണ്ടായിട്ടും അയാളെ അറസ്റ്റ് ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ, ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പോലീസിന് കഴിയുന്നില്ല. ഇതെന്താണെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് വളരെ വിനയമനുസരം ചോദിക്കാനുള്ളത്. ഹണി റോസ് എന്ന സിനിമാ നടിയുടെ മാനത്തിൻ്റെ വില തന്നെയല്ലേ ഇവിടെ വേടൻ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറയുന്ന വനിതാ ഡോക്ടറുടെ മാനത്തിനും കൽപ്പിക്കേണ്ടത്? സ്ത്രീത്വത്തെ അവഹേളിക്കുകയും സ്ത്രീകളെ അപമാനിക്കുകയും സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുകയും സ്ത്രീകളുടെ ശരീരത്തിനും മനസ്സിനും മുറിവേൽക്കുന്ന രീതിയിൽ പെരുമാറുകയും സംസാരിക്കുകയും സ്ത്രീകളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നതുമെല്ലാം എല്ലാ സ്ത്രീകൾക്കും ഒരേപോലെ തന്നെ മാനസിക വ്യഥയുണ്ടാകുന്നതല്ലേ, മാനസിക നൊമ്പരമുണ്ടാകുന്നല്ലേ, മാനഹാനി ഉണ്ടാക്കുന്ന സംഭവം തന്നെയല്ലേ? ഇവിടെ ഹണി റോസിന് ഉണ്ടായതിൽ കൂടുതലായ ഒരു മനോവിഷമമാണ് ഈ വനിതാ ഡോക്ടർക്ക് ഉണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ബോബി ചെമ്മണ്ണൂർ ഹണി റോസ് എന്ന സിനിമാ നടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നവർ പരാതിപ്പെട്ടിട്ടില്ല. എന്നാൽ ഇവിടെ ഒരു വനിതാ ഡോക്ടർ വേടൻ എന്ന് പറയുന്ന റാപ്പർ സംഗീതജ്ഞൻ തന്നെ വിവാഹ വാഗ്ദാനം നൽകി പലയിടങ്ങളിലും കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചു, ദുരുപയോഗം ചെയ്തു, താനുമായി ലൈംഗിക ബന്ധത്തിൽ മനഃപൂർവ്വം ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞൊരു പരാതി കൊടുക്കുമ്പോൾ ഹണി റോസിൻ്റെ പരാതിയേക്കാൾ കൂടുതലായി തന്നെ ഈ പരാതി പരിഗണിക്കപ്പെടേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ, ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ പിണറായി വിജയൻ ഹണി റോസിൻ്റെ പരാതിക്ക് കൊടുത്ത പ്രാധാന്യം ബോബി ചെമ്മണ്ണൂരിനെ വയനാട് റിസോർട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ 24 മണിക്കൂറിനകം അതിനെതിരെ നടപടിയെടുക്കുവാൻ
താല്പര്യം കാണിച്ച മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് വേടൻ്റെ പരാതി കിട്ടിയിട്ടും ഇത്രയും നാളായി എന്തുകൊണ്ടാണ് പരാതി എടുക്കാത്തത്? വേടൻ സാമാന്യം അറിയപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ്, നാട്ടിൽ അറിയുന്ന കൊള്ളാവുന്ന കലാകാരനാണ്. ഇദ്ദേഹത്തിന് എവിടെ പോയാലും അദ്ദേഹത്തെ അറിയുന്ന ആളുകളുണ്ട്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് അധികകാലം ഒളിച്ചിരിക്കാൻ സാധിക്കില്ല. എന്നിട്ടും ബോബി ചെമ്മണ്ണൂരിനെ വയനാട്ടിലെ റിസോർട്ടിൽ പോയി തേടി പിടിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവന്ന മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പോലീസുകാർക്ക് എന്തുകൊണ്ടാണ് വേടൻ ഒളിച്ചിരിക്കുന്ന സ്ഥലം കണ്ടെത്താൻ പറ്റാത്തത് എന്നാണ് ചോദിക്കുന്നത്. ഇത് തന്നെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കമുള്ള മാധ്യമങ്ങളിൽ വന്നുകൊണ്ട് സാധാരണക്കാരൻ ചോദിക്കുന്നത്. ഹണി റോസിന്റെ മാനത്തിന്റെ വില തന്നെയല്ലേ ഇവിടെ വേടൻ പീഡിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന വനിതാ ഡോക്ടറുടെ മാനത്തിന് നമ്മൾ കൽപ്പിക്കേണ്ടത്? എല്ലാ സ്ത്രീകളെയും ഒരുപോലെ തന്നെ വേണ്ടേ നമ്മൾ കാണാൻ? വേടൻ തന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന, ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറയുന്ന വനിതാ ഡോക്ടറുടെ പരാതിയിന്മേൽ എന്തുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി യാതൊരു തരത്തിലും നടപടിയെടുക്കാതെ കണ്ണടച്ച് കയ്യും കെട്ടിയിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഹണി റോസിന്റെ പരാതിയിന്മേൽ നടപടിയെടുത്തത് അവർ സെലിബ്രിറ്റി ആയതുകൊണ്ടാണോ, അതോ ബോബി ചെമ്മണ്ണൂർ നാട്ടിൽ അറിയപ്പെടുന്ന ഒരാളായതിൻ്റെ പേരിൽ തന്നെയാണോ, ബോബി ചെമ്മണ്ണൂരിനോടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യ മനസ്ഥിതി കൊണ്ടാണോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇത്തരത്തിലൊരു നടപടി കൈക്കൊണ്ടത് എന്നാണ് ജനം ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് വേടനെതിരെ ഇത്തരത്തിലൊരു നടപടി കൈക്കൊള്ളുവാൻ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പും പോലീസും വൈമനസ്യം കാണിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. വേടൻ്റെ കവിതാശകലങ്ങൾ, അതായത് വേടൻ്റെ റാപ്പ് മ്യൂസിക്കിൽ പ്രതിപാദിക്കുന്ന സാഹിത്യ ഭാഗങ്ങൾ യൂണിവേഴ്സിറ്റി തലത്തിൽ പഠിപ്പിക്കുവാൻ വേണ്ടി സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള വേടനെ അറസ്റ്റ് ചെയ്യുന്നത് സർക്കാരിന് മാനക്കേടാണ്, സർക്കാരിൻ്റെ പ്രതിച്ഛായ പോകും എന്നതുകൊണ്ടാണോ മുഖ്യമന്ത്രി ഇപ്പോൾ ഹണി റോസിൻ്റെ പരാതിയിന്മേൽ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ച വ്യഗ്രതയൊന്നും വേടൻ്റെ കാര്യത്തിൽ കാണിക്കാതിരിക്കുന്നത് എന്നാണ് ജനം ചോദിക്കുന്നത്. ഇതിന് ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ മറുപടി പറഞ്ഞേ പറ്റൂ എന്നാണ് ജനങ്ങൾ പറയുന്നത്. ഇത് തന്നെയാണ് ഞങ്ങളുടെയും ആവശ്യം. എന്തുകൊണ്ടാണ് ഹണി റോസിന്റെ പരാതിയിന്മേൽ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ച ധീരതയും ധൈര്യവും സ്ഥൈര്യവും നിയമ നടപടിയും വേടന്റെ പേരിൽ കൈക്കൊള്ളാത്തത് മുഖ്യമന്ത്രി? ഒരു സ്ത്രീയെ ലൈംഗികമായി ഒരാൾ കബളിപ്പിച്ചു, പറ്റിച്ചു, ലൈംഗികമായി ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം വളരെ കൂടുതൽ തന്നെയാണ്. വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് വേടൻ തന്നെ ലൈംഗികമായി പലയിടങ്ങളിൽ കൊണ്ടുപോയി നിർബന്ധപൂർവം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്നൊരു വനിതാ ഡോക്ടർ പറയുമ്പോൾ ആ പരാതിക്ക് വില കൽപ്പിക്കേണ്ടതല്ലേ? ആ പെണ്ണിൻ്റെ മാനത്തിനും വില കൽപ്പിക്കേണ്ടതല്ലേ? മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ സത്വരമായ നടപടികൾ കൈക്കൊള്ളും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അതിനായി കാത്തിരിക്കുന്നു.